ഹലോ, ഫുഡ് ഫീസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു കറി ഉണ്ടാക്കുകയാണ്. ഇതിലിപ്പോൾ ഉണക്ക ചെമ്മീൻ നന്നായി തലയൊക്കെ കളഞ്ഞ് ചൂടുവെള്ളത്തിൽ ഒരു 5-6 പ്രാവശ്യം കഴുകി വെച്ചതാണ്. ഉപ്പില്ലാത്ത ചെമ്മീനാണ്. നല്ല ഫ്രഷായി ഉണക്കിയ ഉണക്ക ചെമ്മീൻ. പിന്നെ ഒരു 10 ചക്കക്കുരു, ഒരു കഷ്ണം സവാള, ഒരു കഷ്ണം തക്കാളി, ഒരു ചെറിയ കഷ്ണം മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ചക്കക്കുരു വേവിച്ചു. അതൊന്ന് ചെറുതായി വെന്ത് വരുമ്പോൾ അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുത്തു. ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഞാൻ ബാക്കിയുള്ള നീരുള്ളി, തക്കാളി, പിന്നെ ഒരു ചെറിയ കഷ്ണം മാങ്ങയും കൂടിയിട്ട് ഉപ്പും കൂടിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തു. അതൊന്ന് വെന്ത് വരണം. ചെമ്മീനും ചക്കക്കുരുവൊക്കെ നന്നായി വെന്ത് വന്ന് കഴിയുമ്പോൾ ഞാൻ കുറച്ച് തേങ്ങയും മുളകും മല്ലിയും മഞ്ഞൾപ്പൊടിയും കൂടി ജസ്റ്റ് ഒന്ന് വഴറ്റി ഒന്ന് ചൂടാക്കിയെടുത്തു. അത് മിക്സിയിലിട്ടിട്ട് അരച്ചതാണ്. പുളിയൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് നന്നായി തിളച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് കറിവേപ്പിലയും കൂടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു സ്പെഷ്യൽ അപ്പമാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് ഓട്ടുപോള എന്ന് പറയും. അപ്പോൾ പച്ചരി ഞാനൊരു 3 മണിക്കൂർ കുതിർത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായി കഴുകി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു തവി റൈസ്, വെള്ള റൈസോ ബ്രൗൺ റൈസോ ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം. അതും കൂടി ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് തേങ്ങ, ഒരു 3-4 ടീസ്പൂൺ തേങ്ങ, ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായി മിക്സിയിലിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. ഇതിൽ വെള്ളം കൂടിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം വെള്ളമൊക്കെ ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുത്തത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടി 1.5 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് അപ്പം ചുട്ടെടുക്കാനുള്ള ഇത് നോക്കാം. അപ്പം ഞാനിത് പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നല്ല കട്ടിയിൽ ഇഡ്ഡലി ബാറ്റർ, ദോശ ബാറ്ററിൻ്റെയൊക്കെ കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ കണ്ടോ, നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ആവശ്യത്തിൽ, അപ്പോൾ ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇത് ഓടാണ് കേട്ടോ. നമ്മളെ മീൻകറിയൊക്കെ വെക്കുന്ന ആ ഒരു ഓടില്ലേ, അതിൻ്റെ വേറൊരു വേർഷൻ. അപ്പോൾ ഇതുപോലെ ഉണ്ടാവും. ഓട്ടട എന്നൊക്കെ കുറേ നാട്ടിലൊക്കെ പറയാറുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതൊന്ന് നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1.5 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. എണ്ണയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ മാവ് മാത്രമാണ്, എണ്ണയൊന്നും തടവിയിട്ടില്ല. ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് ഒരു 3 to 4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കണ്ടോ, നമ്മൾ തൊട്ട് നോക്കുമ്പോൾ കയ്യിലൊട്ടി പിടിക്കുകയൊന്നുമില്ല. ഇനി ജസ്റ്റ് ഒരു ചട്ടുക എടുത്ത് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് തിരിച്ചിടുക ഒന്നും വേണ്ട. അടച്ചു വെച്ചത് കൊണ്ട് തന്നെ നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടുപോള. അതാ നല്ല ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഓട്ടുപോള ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചു. ഇനി നമ്മളെ കറി ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ ചൂടൊക്കെ ആറി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അതും കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള ഓട്ടുപോളയും ചെമ്മീൻ കറിയും. വറുത്തിട്ടൊന്നുമില്ല, തേങ്ങ ചേർത്ത് അരച്ച ചെമ്മീൻ കറി. കണ്ടോ, നല്ല സോഫ്റ്റ് അപ്പാണ് കേട്ടോ. നമ്മളൊന്നും ആഡ് ചെയ്തില്ലല്ലോ ഇതിൽ. ഓയിൽ ആഡ് ചെയ്തില്ല, ഉഴുന്നില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. പുതിയൊരു വീഡിയോയുമായി അടുത്ത് തന്നെ നമുക്ക് കാണാം. ബൈ.